നമസ്കാരം. അപ്പോൾ മാർക്കോ ആ ഒരു ചിത്രം റിലീസിങ്ങിന് ശേഷം ഈ ഒരു ദിവസം വരെ ഇത്രയും ദിവസമായിട്ടും മാർക്കോ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ പടി മേലെ തന്നെയാണ്. കാരണം ഓരോ പ്രേക്ഷകരും വീണ്ടും വീണ്ടും തുളച്ചു കയറുന്ന രീതിയിലാണ് മാർക്കോ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തെ കുറിച്ച് അഭിപ്രായങ്ങൾ. പടം കൊള്ളാം. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വയലന്റ് മൂവി. സത്യത്തിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്രയും കാലഘട്ടം ഉണ്ടായിട്ടും ഇതേപോലെ ഒരു ആക്ഷൻ ചിത്രം വലിയ സ്ക്രീനിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ചിത്രം റിലീസിങ്ങിന് ശേഷം മലയാളികൾ ഓരോരുത്തരായി പറയുന്നത്. കേരളത്തിലെ തിയേറ്ററുകളിൽ അന്യഭാഷാ ചിത്രങ്ങൾ റിലീസായാൽ ആക്ഷന് പ്രാധാന്യമുള്ള ഒത്തിരി അന്യഭാഷാ ചിത്രങ്ങൾ നമ്മൾ കണ്ടുപോകുന്നതാണ്. അതൊക്കെ റിലീസായി കഴിഞ്ഞെങ്കിൽ ഓരോ പ്രേക്ഷകരും മുൾമുനയിൽ നിന്നാണ് ആ ഓരോ ചിത്രവും വീക്ഷിക്കുന്നത്, അതിന്റെ മൂല്യത കൽപ്പിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നു. അതേപോലെ തന്നെ അതൊക്കെ മേലെയാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കോ എന്ന് പറയുന്ന ഈ ഒരു ചിത്രമെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് മാർക്കോ. പക്ഷെ ഇതിനു മുമ്പ് മലയാളത്തിൽ പ്രത്യേകിച്ച് ഏറ്റവും വലിയ മൂവി തന്നെയാണ് പറയാം. മലയാളത്തല്ല, ഇപ്പൊ കില്ലും പിന്നെ ആനിമലും അതൊക്കെ കണ്ടിട്ട് വെച്ച് നോക്കുമ്പോൾ കില്ലായിരുന്നു ഇതുവരെ. ഇത് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് കില്ലായിരുന്നു ഏറ്റവും ഇഷ്ടം. പക്ഷെ ഇതുവരെ വയലൻസ് ആണ്. 18 വയസ്സിന് മേലെ ഉള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റൂ എന്നാ പറയുന്നത്. പക്ഷെ ചെറിയ പിള്ളേർ ഇവിടെ ഒന്ന് കഴിഞ്ഞ ദിവസം കരഞ്ഞു പോകുന്നുണ്ട് പടം കാണുന്നു. ട്രെയിലറൊക്കെ പിള്ളേർ തന്നെ വന്ന് കാണേണ്ട പടമാണ്. പക്ഷേ പിള്ളേർ കാണാൻ പാടില്ല. 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നത് വളരെ സങ്കടകരമാണ്. കാരണം സങ്കടമായിരുന്നില്ല, പക്ഷേ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിൽ ചെറിയ കുട്ടികൾ വന്നിട്ട് ഇതിന് ട്രെയിലറൊക്കെ കണ്ടതിന് ശേഷം ഈ ഒരു ചിത്രം കാണാൻ സാധിക്കാത്തത് അതവർക്ക് വലിയൊരു സങ്കടമായിട്ടാണ് ഓരോ കുട്ടികളും പറഞ്ഞിരിക്കുന്നത്. അത് അവർ തന്നെ പറഞ്ഞതല്ല, പ്രൊഡക്ഷൻ ടീം തന്നെ പറഞ്ഞത്. അത് അവരെ കുറ്റം കൊണ്ട് കാര്യമില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ തിയേറ്ററിനകത്ത് ഛർദ്ദിക്കുകയും അതോടൊപ്പം തലറങ്ങിയുടെയൊക്കെ ഒരു രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു ചിത്രം ശരിക്കും പറഞ്ഞാൽ ഒരു പൂർണ്ണമായും ധൈര്യമുള്ളവർക്ക് മാത്രം കാണാൻ പറ്റിയ ഒരു ചിത്രമാണ്. ആദ്യമായിട്ടാണ് മലയാള സിനിമ ചരിത്രത്തിൽ ഒരു ചിത്രം കണ്ടതിന് ശേഷം ആ ഒരു തിയേറ്ററിൽ നിന്ന് ഛർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ തലകറങ്ങി വീഴുകയും ചെയ്യുന്ന രംഗങ്ങൾ കണ്ട് ഭയപ്പെടുന്ന രീതിയിൽ പ്രേക്ഷകർ മുൾമുനയിൽ ഇരിക്കുന്ന രംഗങ്ങൾ കാണാൻ സാധിച്ചത്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് പ്രത്യേകിച്ച് അഡൽട്ട് കണ്ടന്റും അല്ലെങ്കിൽ വയലൻസ് കാണാനും പ്രത്യേകിച്ച് കാര്യമില്ല. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ അതും ക്ലൈമാക്സ് പോർഷൻസും അതിന് മുമ്പ് പോർഷൻസ് ആണ് പ്രത്യേകിച്ച് ബ്ലഡ് ബാത്താണ്. ശരിക്കും ഈ ഒരു ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകർ ആദ്യമായി പറഞ്ഞത് ചങ്കുറ്റവും ധൈര്യവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ചിത്രം കാണാൻ തിയേറ്ററിൽ വന്നാ മതി എന്നുള്ള വാക്കുകളാണ്. വളരെ മൂല്യതയുള്ള വാക്കുകളാണ്. വയലൻസ് ആണ്. വയലൻസ് വയലൻസ് വയലൻസ്. ഉണ്ണിമുന്തന്റെ ഒരു ആക്ടിങ് ഉണ്ട്, ആക്ഷൻസ് നല്ലോണം ചെയ്ത ആക്ഷൻ സീൻസ് ഒക്കെ. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇതേപോലെ കട്ടയ്ക്ക് ആക്ഷൻ രംഗങ്ങൾ കയ്യിലെടുത്ത ഒരു നടൻ ഇതേവരെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നുള്ള കാര്യമാണ് മലയാളി പ്രേക്ഷകർ തുറന്നു പറഞ്ഞു. KGF മേലെ പോയി ഒരു ചിത്രം. ഒരു മാസ് മൊമെന്റ് ഒക്കെ KGF-നായിരുന്നു. മലയാള സിനിമയിലെ KGF എന്ന് പറയാം. അങ്ങനെയാണ് പറയാം. പക്ഷെ വയലൻസ് KGF-ന്റെ അത്ര വയലൻസ് ഒന്നും ഇത്രയില്ല. അപ്പൊ പല പ്രേക്ഷകരും KGF-ന് മേലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. KGF-ന് മേലെ എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. ഈ ഒരു ചിത്രം വേറൊരു തലമാണ്, KGF വേറൊരു തലമാണ്. KGF-ന്റെ ആ ഒരു തലത്തിൽ ഈ ഒരു ചിത്രം ചേർത്ത് പറയാൻ ഒരിക്കലും സാധിക്കില്ല. മാർക്കോ വേറെ, KGF വേറെ. എങ്ങനെയുണ്ട് ഇവിടെ? എങ്ങനെയുണ്ട് ഉണ്ണിമുന്തന്റെ അഭിനയം എങ്ങനെയുണ്ട്? അപ്പൊ ഈ ഒരു ചിത്രം കാണാൻ പോകുന്ന പ്രേക്ഷകർ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ അധികം കൊണ്ടുപോവാതിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം 18 വയസ്സായിട്ടില്ലെങ്കിൽ കൊണ്ടുപോകരുത്. കാരണം ആ ഒരു തലത്തിലുള്ള സീനുകളാണ് ഈ ഒരു ചിത്രത്തിൽ ചേർത്തിരിക്കുന്നത്. ഈ ഒരു ചിത്രം പക്ക വയലൻസ് ചിത്രമാണ്. മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ വളരെ വേറിട്ട വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പക്ക ചിത്രമാണ് മാർക്കോ. Violence in Marco. Yeah.